നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി അജാനൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദരിദ്രമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ് അജാനൂർ പഞ്ചായത്തിനെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. മേലേശ്വരം തെക്കേപ്പള്ളത്തെ കുടുംബശ്രീ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലിറക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 50 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. സംസ്ഥാന ടൂറിസം വകുപ്പും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഓണം നാടിന്റെ ഉത്സവമാക്കുന്ന തരത്തിൽ ചെറുവത്തൂരിൽ ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പൂക്കള മത്സരത്തോടെയാണ് ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കാനെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത്. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പുത്തരിയും സ്ഥാനികർക്കുള്ള ഓണക്കോടി വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി അജാനൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദരിദ്രമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ് അജാനൂർ പഞ്ചായത്തിനെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദരിദ്രമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി അജാനൂർ പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചത്. സർവേ നടത്തി അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട 20 പേരെയാണ് കണ്ടെത്തിയിരുന്നത്. ഇവരെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ട് 3 പേർക്ക് വീട് നൽകി. 2 ആളുടെ വീട് നവീകരിച്ചു. ഒരാൾക്ക് സർക്കാർ സ്ഥലം അനുവദിച്ചു. എല്ലാ മാസവും കിറ്റുകൾ നൽകി. പെൻഷൻ ഇല്ലാതിരുന്ന 2 പേർക്ക് പെൻഷൻ അനുവദിച്ചു. പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് നടന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു പ്രഖ്യാപനം നിർവഹിച്ചു. നല്ല പരിശ്രമമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടത്തുന്നത്. ആരെങ്കിലും അതിദരിദ്രം എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? ഇത് വലിയ വ്യക്തികൾ ലോകത്ത് തന്നെ ഒരു വിഭാഗം ജനത ഏറെക്കുറെ 10-30% ജനത ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നുണ്ട്. അവർക്ക് പോഷകാഹാരമില്ല, കൃത്യമായി ഭക്ഷണമില്ല, ശുദ്ധജലമില്ല, വാസയോഗ്യമായ ജോലിയില്ല, അവരുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നില്ല. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു T റിപ്പോർട്ട് അവതരിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, K കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ, MG പുഷ്പ, A ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, മൂലക്കണ്ടം പ്രഭാകരൻ, A തമ്പാൻ, എക്കാൽ കുഞ്ഞിരാമൻ, മുബാറക് ഹസൈനാർ ഹാജി, പ്രസാദ് മിഥില, മുഹമ്മദ് കുഞ്ഞി KC, ബാലചന്ദ്രൻ മാസ്റ്റർ, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. അനീഷ് കുമാർ KH സ്വാഗതവും ജിജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേലാശ്വരം തെക്കേപ്പള്ളത്തെ കുടുംബശ്രീ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലിറക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 50 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. പെൺകരുത്തിൽ വേലാശ്വരം തെക്കേപ്പള്ളം 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലികൾ പൂത്തുനിൽക്കുന്ന കാഴ്ച ആരുടെയും കണ്ണിനെ കുളിരണിയിക്കും. ഓണക്കാലമായതുകൊണ്ട് ആ കാഴ്ചയ്ക്ക് ഭംഗി ഇത്തിരി കൂടും. വേലാശ്വരം തെക്കേപ്പള്ളത്തെ അമ്മ, പുനർജനി എന്നീ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് രൂപം നൽകിയ JLG ഗ്രൂപ്പാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഉഷ തെക്കേപ്പള്ളം, സരസ്വതി, അഞ്ജു, പ്രീതി,
നിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണ സീസണിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ JLG ഗ്രൂപ്പുകൾ ഇന്ന് പുഷ്പകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഓണം ഉത്സവത്തിന് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ നമുക്ക് വിപണനം ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നത്. കൂടാതെ തന്നെ അജാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5000 തൈകളാണ് വിവിധ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുള്ളത്. ഏകദേശം എല്ലാ കൃഷിയും വിളവെടുപ്പിൻ്റെ അടുക്കലേക്ക് എത്തിയെങ്കിലും കാലവർഷക്കെടുതിയിൽ കുറേ തൈകൾ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ JLG ഗ്രൂപ്പുകൾ, ഈ അമ്മയും അതോടൊപ്പം തന്നെ പുനർജനി കുടുംബശ്രീയുടെ അംഗങ്ങളാണ് JLG ഗ്രൂപ്പ് നടത്തി മുന്നോട്ട് വരുന്നത്. AK രാധ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സബീഷ്, കൃഷി ഓഫീസർ സന്തോഷ്, JLG ചെയർപേഴ്സൺ രത്ന, 1-ാം വാർഡ് മെമ്പർ മിനി, ബ്രാഞ്ച് സെക്രട്ടറി ജിതിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെണ്ടുമല്ലി കൃഷി കൂടാതെ നെൽകൃഷിയും കിഴങ്ങും വാഴയുമെല്ലാം വിളവെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്ത്രീ കൂട്ടായ്മ. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, വേലാശ്വരം. സംസ്ഥാന ടൂറിസം വകുപ്പും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഓണം നാടിന്റെ ഉത്സവമാക്കുന്ന തരത്തിൽ ചെറുവത്തൂരിൽ ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പൂക്കള മത്സരത്തോടെയാണ് ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വ്യത്യസ്ത കലാകായിക മത്സരങ്ങളും പ്രമുഖ കലാകാരന്മാരുടെ സംഗീത വിരുന്നും നാടൻ കലാപരിപാടികളും വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 7 വരെ നീളുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം M. രാജഗോപാലൻ MLA നിർവഹിക്കും. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കലാസാംസ്കാരിക പരിപാടികൾ. ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. സെപ്റ്റംബർ 2 സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിംഗ് മത്സരം നടക്കും. വിജയികൾക്ക് യഥാക്രമം 1 മുതൽ 3 സ്ഥാനം വരെ 3000, 2000, 1000 രൂപ വീതം പ്രൈസ് മണി നൽകും. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം M. രാജഗോപാലൻ MLA നിർവഹിക്കും. കാസർഗോഡ് ജില്ലാതല ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ചെറുവത്തൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 3-ാം തീയതി ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA ഉദ്ഘാടനം നിർവഹിക്കുന്ന ജില്ലാതല ഓണാഘോഷം ചെറുവത്തൂരിൽ വലിയ രീതിയിലേക്കാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 5 ദിവസങ്ങളിലായിട്ട് 19ഓളം വൈവിധ്യമാർന്നിട്ടുള്ള കലാപരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 200-ലധികം വരുന്ന കലാകാരന്മാർ അവരുടെ സംഗീതം, നാടോടി കലാരൂപങ്ങൾ, നൃത്തം, അതുപോലെ തന്നെ പരിവർമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ BD സജീവൻ്റെ ഗസൽ, ചാക്യാർകൂത്ത്, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടി. സെപ്റ്റംബർ 3 വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം അപർണ ശർമ്മ അവതരിപ്പിക്കുന്ന ഭരതനാട്യവും തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡിന്റെ തനത് കലാപരിപാടികളും അരങ്ങേറും. സെപ്റ്റംബർ 4 വൈകുന്നേരം 5 മണിക്ക് ചെറുവത്തൂർ ജയശ്രീ ജയരാജും സംഘവും കൈകൊട്ടിക്കളിയും ഒപ്പനയും അവതരിപ്പിക്കും. കലാമണ്ഡലം അബി ജോഷിന്റെ ചാക്യാർകൂത്ത്, സജീവൻ ഇടയിലക്കാടിന്റെ ഗസൽ തേന്മഴ, രാത്രി 7:30 പ്രമുഖ ഗായിക പുഷ്പാവതി നയിക്കുന്ന ഉത്രാട സന്ധ്യ സംഗീത വിരുന്നും നടക്കും. സെപ്റ്റംബർ 5 നെല്ലിക്കാത്തുരുത്തി പൂരക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂരക്കളി ഉൾപ്പെടെ നടക്കും. സെപ്റ്റംബർ 6 മോഹിനിയാട്ടം, രാത്രി കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഓണനിലാവ് സംഗീത നിശ, 7 സമാപന ദിവസം സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താസമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, DTPC സെക്രട്ടറി KJ ജിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കാനെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത്. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട വർഷത്തിൽ 6 മാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരില.
ഒരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത 6 മാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന സസ്യത്തിന്റെ ജീവിതചക്രം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരില താമര എന്ന സസ്യത്തിന്റെ 2 ഇനങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ 15 ഏക്കർ വിസ്തൃതിയിലുള്ള കാവ്. നെർവിലിയ പ്രേനിയാന, നെർവിലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ 2 ഇനങ്ങൾ. ശരാശരി 5 സെന്റിമീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലം പറ്റി വളരുന്ന ഒരുതരം നില ഓർക്കിഡാണ് ഇത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പമുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക. നേർത്ത തണ്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിന്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുക. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിന്റെ കിഴങ്ങ് പഴയ കാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചു വന്നിരുന്നു. ഓരില താമരകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കാനും പറ്റാറില്ല. കാവിന്റെ 3 ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇലയുടെ വലുപ്പത്തിലും കുറവുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിശക്തമായ മഴയിൽ കാവിനകത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതാകാം ഇതിന് കാരണമെന്ന് അനുമാനിക്കുന്നു. ഓരില നിരീക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പി വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെന്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പാലേരി എന്നിവർ നേതൃത്വം നൽകി. ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഓരില താമര നിരീക്ഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരില താമര ഏറ്റവും അപൂർവമായിട്ടുള്ള 2 ഇനങ്ങൾ ഈ ഇടയിലക്കാട് കാവിലുണ്ട്. ഇത്തവണ നമ്മൾ ഇത് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ എണ്ണം വളരെ വലിയ നിലയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാവിൻ്റെ ഒരു 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഓരില താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഓരില താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, കെ വി രമണി, സി ജലജ, പി വി സുരേഷൻ, എം പ്രമോദ്, കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒത്തുകൂടലിന്റെ ആത്മനിർവൃതിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് കക്കാണൻ തറവാട് ദേവസ്ഥാനം കുടുംബസംഗമവും ഓണാഘോഷം സ്നേഹാദരവും നടന്നു. വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. പുരാതനവും ആചാരപ്പെരുമയാൽ സമ്പന്നവുമായ കക്കാണൻ തറവാട് ദേവസ്ഥാനത്ത് ഒത്തുകൂടലിന്റെ ആത്മനിർവൃതിയിൽ കുടുംബസംഗമവും ഓണാഘോഷവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന് അകത്തും പുറത്തും വിദേശങ്ങളിലുമുള്ള ക്ഷേത്ര അംഗങ്ങളും കുട്ടികളും തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്ത സംഗമം മുൻ നഗരസഭാ ചെയർമാൻ വി ഗോപി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ ദിവസം ഇങ്ങനൊരു സാഹചര്യം ഒത്തുകൂടുമ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാം കൊണ്ടും സന്തോഷിക്കും. വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ, ശ്രീ വിജയൻ സൂചിപ്പിച്ചതുപോലെ പൂക്കള മത്സരത്തോടുകൂടി ഇത് ആരംഭിച്ച് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണസദ്യയും കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ആദരവുകളും നടത്തി. മുൻ പ്രധാനാധ്യാപകൻ പി വി വിനോദ് കാഞ്ഞങ്ങാട് സൗത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തറവാട് പ്രസിഡന്റ് കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തറവാട്ട് കാരണവർ കെ കരുണാകരൻ, വൈസ് പ്രസിഡന്റ് ബാലൻ പെരിങ്ങാനം, മാതൃസമിതി പ്രസിഡന്റ് കെ അംബിക, ജോയിന്റ് സെക്രട്ടറി കെ വിജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ, കോലധാരികൾ, സഹായികൾ, ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ എന്നിങ്ങനെയായി 56 വ്യക്തികളെ ആദരിച്ചു. പൂക്കള മത്സരം, തിരുവാതിര, ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വയമ്പ് ഒരു കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2025 വയമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. പ്രമുഖ TV ചാനൽ താരം വിനോദ് ബേടകം ഉദ്ഘാടനം നിർവഹിച്ചു. വയമ്പ് ഊരു കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഓണോത്സവം സംഘടിപ്പിച്ചത്. വയമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പ്രമുഖ TV ചാനൽ താരം വിനോദ് ബേടകം ഉദ്ഘാടനം നിർവഹിച്ചു. മാറ്റിമറിച്ച ഒരു മഹാമാരിയാണ് നമ്മൾ നേരിട്ടത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എത്രയും ആൾക്കാർ കൂടിയിരിക്കുന്ന ഇവിടെ വന്ന ഓരോ ആൾക്കാരെയും ഇതിന്റെ സംഘാടകരെയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം നിൽക്കാതെ പെയ്യുന്ന മഴയിൽ സംഘാടക സമിതി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KM കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ നവോദയ കുട്ടികൾക്കുള്ള അനുമോദനവും നടത്തി. തുടി സാംസ്കാരിക വേദി വൈസ് ചെയർമാൻ C കൃഷ്ണൻ ചേരിക്കല്ല്, ST പ്രൊമോട്ടർ H സതീശൻ, V ഗോപാലൻ, ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ V ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വിവിധ പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം നൽകി. കലാസന്ധ്യയിൽ തിരുവാതിര, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അരങ്ങേറി. സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. നോർത്ത് കൊട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 10ാമത് കൂർമ്മലെഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ C ബാലന്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കൂർമ്മലെഴുത്തച്ഛൻ പുരസ്കാരം. തിരുവോണനാളിൽ നോർത്ത് കൊട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷവും കൂർമ്മലെഴുത്തച്ഛൻ പുരസ്കാര വിതരണവും തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ നിർവഹിക്കും. എല്ലാവരിലും സന്തോഷവും സമഭാവനയും സമന്വയിപ്പിക്കുന്ന ആനന്ദോത്സവമാണ് ഓണമെന്ന് പ്രശസ്ത സീരിയൽ നടനും പ്രഭാഷകനുമായ ഇല്ലിക്കെട്ട് നമ്പൂതിരി കാഞ്ഞങ്ങാട് മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരിലും സന്തോഷവും സമഭാവനയും സമന്വയിപ്പിക്കുന്ന ആനന്ദോത്സവമാണ് ഓണമെന്ന് പ്രശസ്ത സീരിയൽ നടനും പ്രഭാഷകനുമായ ഇല്ലിക്കെട്ട് നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ വീടുകളിലൊക്കെ എല്ലാം കൂടുതൽ വാങ്ങി ഉപയോഗിക്കുക, അതാണ് നമ്മൾ ആഘോഷം എന്ന് വിചാരിച്ചാൽ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും 1 കിലോ അരി ഇട്ടിട്ടാണ് ചോറ് കൊടുക്കുന്നതെങ്കിൽ ഓണത്തിന് അപ്പോൾ 1.5 കിലോ ആർക്കില്ലാണോ ഓണം സ്നേഹത്തിന്റെ വിളവെടുപ്പാണ് വിഭാവനം ചെയ്യുന്നതെന്നും മഹാബലിയും വാമനനും പ്രതീകങ്ങളാണെന്നും പ്രതീകങ്ങളാണ് മനുഷ്യനെ സംസ്കാരത്തിലേക്ക് നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഓണ സന്ദേശം നൽകി. മിംടെക് മാനേജിംഗ് ഡയറക്ടർ SP ഷാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗിരിധർ റാവു മുഖ്യപ്രഭാഷണം നടത്തി. സൂരജ് പയ്യന്നൂർ മഹാബലി വേഷമണിഞ്ഞ് സദസ്സിലെത്തിയത് നവ്യാനുഭവം പകർന്നു. സുകുമാരൻ ആശീർവാദ്, രാജി മിംടെക് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര കളരിക്കാൽ തറവാട്ടിലെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് കിഴക്കുംകര കളരിക്കാൽ തറവാട്ടിലെ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ 2024 സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരം ലഭിച്ച KV കുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തറവാട് പ്രസിഡന്റ് രാമചന്ദ്രൻ ശബരി പൊന്നാട അണിയിച്ചു. തറവാട്ടിലെ മുതിർന്ന അംഗമായ നാരായണിയമ്മ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ KV കുമാരൻ അനുമോദിക്കുകയും ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു. നമ്മുടെ കാലം പുരോഗമിക്കുകയാണ്, ഒരുപാട് പുരോഗതി വന്നു. പിന്നെ അടുത്ത് നമ്മൾ ചന്ദ്രനിലേക്ക് ഇറങ്ങി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പഴയ ആചാരങ്ങളെ ഒരുപാട് നമുക്ക് മാറ്റേണ്ടി വരും. അത് ഈ തലനടിച്ച ആൾക്കാരെ സമ്മതിക്കില്ല കേട്ടോ. അത് പണ്ട് കാണുന്നതിൻ്റെ കാലത്ത് എന്തായാലും അത് മാറ്റാൻ പാടില്ലാന്ന് പറയും. എന്നിട്ട് അതിൽ നിന്ന് തുടരാൻ നോക്കും. പക്ഷേ
ചെറുപ്പക്കാര് അതിന് നിന്ന് കൊടുക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് അങ്ങനെ ഒരു വിപ്ലവമായിട്ട് കണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് പണ്ടുള്ള കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മുറ്റത്ത് ആരും ചെരുപ്പിടുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് മുറ്റത്ത് ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? തറവാട് സെക്രട്ടറി കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കായിക പരിപാടികൾ നടന്നു. സമ്മാനദാനവും നൽകി. മുരളീധരൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി അജാനൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദരിദ്രമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെയാണ് അജാനൂർ പഞ്ചായത്തിനെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. മേലേശ്വരം തെക്കേപ്പള്ളത്തെ കുടുംബശ്രീ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലിറക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 50 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. സംസ്ഥാന ടൂറിസം വകുപ്പും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഓണം നാടിന്റെ ഉത്സവമാക്കുന്ന തരത്തിൽ ചെറുവത്തൂരിൽ ഒരാഴ്ച നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പൂക്കള മത്സരത്തോടെയാണ് ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലുള്ള അപൂർവമായ ഓരിളത്താമര നിരീക്ഷിക്കാനെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി നേതൃത്വത്തിലാണ് ഓരിളത്താമര നിരീക്ഷണം നടത്തിയത്. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പുത്തരിയും സ്ഥാനികർക്കുള്ള ഓണക്കോടി വിതരണവും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.